ആദ്യത്തെ സ്കാനിങ്ങിലെല്ലാം നോർമൽ ആയിരുന്നു എന്നാണ് സുറുമി അനീഷ്. നിങ്ങൾ സ്കാനിംഗ് റിപ്പോർട്ടുമായിട്ടാണ് ആദ്യം ഈ ആശുപത്രിയിൽ ചെല്ലുന്നത് അല്ലേ? അതായത് നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു സ്കാൻ ചെയ്ത് ആ റിപ്പോർട്ടുമായിട്ടാണ് ആദ്യം ഈ ആശുപത്രിയിൽ ചെല്ലുന്നത് അല്ലേ? സ്കാനിംഗ് അല്ല, ആദ്യത്തെ സ്കാനിംഗ് അല്ല, എല്ലാ സ്കാനിങ്ങും നോർമലാണ്. അപ്പോൾ പിന്നെ ഈ അനോമലി സ്കാനിൽ 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ പ്രശ്നങ്ങൾ കണ്ടെത്താതെ പോയതപ്പോൾ റേഡിയോളജിസ്റ്റ് കൃത്യമായി ആ കാര്യങ്ങൾ കണ്ടെത്തിയില്ല എന്നതാണോ? നോർമൽ സ്കാൻ ആണോ അന്ന് ചെയ്തത്? നോർമൽ സ്കാൻ അല്ല ചെയ്തത്. എന്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുണ്ട്, ഞാനിവിടെ നിങ്ങളുടെ ചാനലുകാർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടിൽ ഇപ്പം നിലവിൽ WNCയിലെ ഡോക്ടർ ഇപ്പൊ പുഷ്പ മാഡം പറഞ്ഞത് പുഷ്പ മാഡത്തിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ലായിരുന്നു. പുഷ്പ മാഡത്തിന്റെ 2ാമത്തെ റിപ്പോർട്ടിൽ ഞങ്ങൾ വേറെ മാഡത്തിനെ കാണിച്ചു, ശരിയാണ്. ഷേർലി മാഡത്തെ ഞങ്ങൾ കാണിച്ചു. ഷേർലി മാഡത്തിന്റെ ട്രീറ്റ്മെന്റിൽ പുഷ്പ മാഡത്തിന്റെ അവിടുന്ന് ഞങ്ങൾ ചെന്നിരിക്കുന്നത് സ്റ്റേജ് മോശമായിട്ടാണെന്നാണ് പുഷ്പ മാഡത്തെ ഷേർലി മാഡം എഴുതിയിരിക്കുന്നത് ചീട്ടില്. വേറൊരു ഡോക്ടറെ അടുത്ത് നിന്ന് നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ കണ്ടീഷൻ അവർ ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട്. ഷേർലി മാഡത്തിന്റെ ചീട്ടിൽ പുഷ്പ മാഡത്തിന്റെ അവിടുന്ന് ചെന്നിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ചികിത്സ പിന്നീട് തന്നോ? അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടാണ് ഷേർലി മാഡം ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഷേർലി മാഡം പറഞ്ഞ അനുസരിച്ച് ഷങ്കേഴ്സ് ലാബിൽ ചെന്ന് ടെസ്റ്റുകൾ നടത്തിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലൊരു കൂട്ടുത്തരവാദിത്തമുണ്ട്. ലാബിലും അതുപോലെ തന്നെ ആശുപത്രിയിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ തേടുന്ന ഇടപെടൽ എന്താണ്? ആരോഗ്യമന്ത്രി നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? ഡോക്ടർമാര് ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി ബന്ധപ്പെട്ടിട്ടില്ല. നിലവിൽ ഇതിനകത്ത് നമുക്ക് വേണ്ടത് തുടർ ചികിത്സ. സാധാരണക്കാരനായ എന്നെ കൊണ്ട് തുടർ ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുകയില്ല. അത് ഹോസ്പിറ്റലിൽ നിന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആസ്റ്റർ, അമൃത അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ്. അവിടെയൊക്കെ പോയി ചികിത്സിപ്പിക്കാനുള്ള ഒരു സാമ്പത്തികം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇല്ല.